നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യ അല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദിലീപ് ശങ്കർ മുറിയിൽ തലയടിച്ച് വീഴുകയും ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകുമെന്നുമാണ് സംശയിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും നടനെ അലട്ടിയിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, നടൻ ദിലീപ് ശങ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില സംശയങ്ങൾ, ചില ദുരൂഹതകളൊക്കെ പലരും സംശയിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇക്കാര്യം ആത്മഹത്യയല്ല, മരണം ആത്മഹത്യയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മരണകാരണം എന്താണ്? ടോം, ഇത് ആത്മഹത്യയല്ല എന്നൊരു നിഗമനത്തിലേക്കാണ് പ്രാഥമികമായി അന്വേഷണ സംഘം എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹോട്ടൽ മുറിയിൽ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി ഇദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങിയിരുന്നില്ല. നേരത്തെ തന്നെ ഷൂട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. സീരിയലിൻ്റെ ചിത്രീകരണം നടക്കുകയായിരുന്നു. ഈ 2 ദിവസത്തെ അവധിയെ തുടർന്നാണ് ഹോട്ടൽ റൂമിലേക്ക് എത്തിയത്. അതുതന്നെ ഈ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരാണ് ആ റൂം തരപ്പെടുത്തി കൊടുത്തത്. പിന്നീട് അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് സംവിധായകൻ അടക്കമുള്ളവർ പറയുന്നത്. നേരത്തെയും അദ്ദേഹത്തെ ഇങ്ങനെ ഫോൺ ചെയ്താൽ സ്ഥിരമായി ഫോൺ എടുക്കുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു അസ്വാഭാവികത അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ തോന്നിയില്ല. അദ്ദേഹം ഈ ഫോൺ എടുക്കുന്ന പതിവ്, എപ്പോഴും ഫോൺ എടുക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് മറ്റ് സംശയങ്ങൾ തോന്നിയില്ല എന്നാണ് പറയുന്നത്. ഈ 2 ദിവസമായി പുറത്ത് കാണാത്തതിനെ തുടർന്നാണ് ഹോട്ടലിലെ ജീവനക്കാർ റൂം തുറന്ന് നോക്കിയത്. അതുതന്നെ ദുർഗന്ധം വമിച്ച സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഹോട്ടൽ ജീവനക്കാർ അത്തരമൊരു നടപടിയിലേക്ക് പോയത്. ഇവർ റൂം തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തറയിൽ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു. വീഴ്ചയിൽ മരണം സംഭവിച്ചു എന്ന ഒരു നിഗമനമാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയല്ല. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തിരുന്നു. മദ്യപിച്ചിരുന്നു എന്ന കാര്യവും വ്യക്തമല്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ കരൾ രോഗം ഉൾപ്പെടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കം പിന്നീട് പ്രതികരണങ്ങൾ നടത്തിയത്. ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ മറ്റേതെങ്കിലും ദുരൂഹത ഈ മരണത്തിന് പിന്നിലില്ല എന്ന ഒരു കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ടോം, വിനോദ് തുടരുക. ഇപ്പോൾ ചലച്ചിത്ര സീരിയൽ താരം നടി സീമാജി നായർ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി സീമാജി നായർ, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതായത് ഏറെ കഴിവുള്ള വലിയൊരു പ്രതിഭയായിരുന്നു ദിലീപ് ശങ്കർ. നമുക്കറിയാം, ഈ സീരിയലിലൊക്കെ അങ്ങനെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഈ സീരിയൽ രംഗത്തിന് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ. മദ്യപാനം, ഇതൊക്കെ കരൾ സംബന്ധമായ രോഗത്തിന് കാരണമായി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതിഭ പോലും ഒരു വലിയ നടനെ നഷ്ടമാകുമ്പോൾ ഇതൊക്കെ ചർച്ചയാകുന്നുണ്ട്. ഈ മദ്യപാനമൊക്കെ ഒരു കാരണമായിട്ടുണ്ടോ എന്ന പല സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ആത്മഹത്യയാണെന്ന് തുടക്കത്തിലൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അതല്ല, ആത്മഹത്യ അല്ല മരണകാരണമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ കാണുന്നത്? ആദ്യമേ പറയട്ടെ, കാരണം ഇപ്പം മരിച്ചുപോയി അവൻ, ഇപ്പം ഞങ്ങളിൽ നിന്ന് അവൻ വിട്ടുപോയി. പക്ഷെ ഇപ്പം ആ ഒരു ദുഃഖം നിലനിൽക്കെ തന്നെ പറയുകയാണ്. കാരണം ദിലീപ് ആരോഗ്യകാര്യത്തിൽ ഒട്ടും ശ്രദ്ധ വെച്ചിരുന്നില്ല. അപ്പൊ ഒരുമിച്ചൊരു 3-3.5 വർഷത്തോളം ഞങ്ങള് സുന്ദരി എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്തവരൊക്കെ പലരും ഇപ്പം അവന്റെ ബോഡി അവന്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും പോയിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ചർച്ച ചെയ്ത ഒരു കാര്യം, പല രീതിയിലും പലരും അവന്റെ അടുത്ത് അവന്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം എന്ന് പല രീതിയിൽ പറഞ്ഞിട്ടും ഒന്നെങ്കിൽ ഒരു ചിരിയിൽ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ബോഡി എനിക്കിതറിയാം എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഇപ്പം ആരോടും അവരുടെ ജീവിതം ആഘോഷിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല, അല്ലെ എൻജോയ് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. എവിടെ നമുക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റണം. എവിടെ നമുക്കത് വേണ്ട എന്ന് വെക്കുന്നിടത്ത് അത് വേണ്ടാന്ന് തന്നെ വെക്കാൻ പറ്റണം. അല്ലാതെ വേണ്ടാന്ന് വെക്കാൻ മനസ്സ് പറയുമ്പോഴും വീണ്ടും അത് ഒരു വശത്തൂടെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം അസാധ്യമായിട്ട് പാടും, നന്നായിട്ട് കവിത എഴുതും, നന്നായിട്ട് തിരക്കഥകൾ രചിക്കുമായിരുന്ന, നന്നായിട്ട് മിമിക്രി ചെയ്യുമായിരുന്ന,
കാണാൻ ഭംഗിയുള്ള, അസാധ്യം നല്ല അഭിനയശേഷിയുള്ള, നല്ല സൗണ്ട്, നല്ല മോഡുലേഷൻ, നല്ല സൗണ്ടുള്ള, നന്നായിട്ട് പഠിച്ചിരുന്ന, അല്ലെങ്കിൽ നല്ല തീർച്ചയായും അത് തന്നെയാണ് പലർക്കും വലിയ വിഷമം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും സീരിയൽ താരങ്ങളൊക്കെ ഈ വേദന പങ്കുവെക്കുന്നുണ്ട്. ഇത്രയധികം വലിയൊരു പ്രതിഭയെ നഷ്ടമാകുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് പല പല ചോദ്യങ്ങളും അങ്ങനെ ഉയരുന്നുണ്ട്. ശ്രീമതി സീമാജി നായരെ, അങ്ങനെ ഈ മദ്യപാനവും ഈ പ്രശ്നങ്ങളൊക്കെ സീരിയൽ മേഖലയിലൊക്കെ പല രീതിയിൽ ചർച്ചയായതാണ്. നിങ്ങളൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നോ? എന്തായിരിക്കാം അങ്ങനെ ഒരു മദ്യത്തിന് അടിമയാകാനുള്ള കാരണം? ഏതെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ ജീവിതം ആഘോഷിക്കുന്നവരുണ്ട്, പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും വേദന, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു? ഇല്ല, നമ്മുടെ അറിവിൽ നല്ലൊരു ഫാമിലി ആയിട്ട് ആണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഫാമിലിയെ, ഇപ്പൊ വെറുതെ ഒരു നടൻ എന്നുള്ള രീതിയിലൊന്നും അല്ല അദ്ദേഹത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നത്. കാരണം എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ ഫാമിലിയിലൂടെ തന്നെ എനിക്ക് അദ്ദേഹത്തെ, ദിലീപിനെ അറിയാമായിരുന്നു. ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വർഷങ്ങളുടെ പഴക്കമുള്ള ബന്ധമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഫാമിലിയിലൊന്നും ഒരു ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിവില്ല, അങ്ങനെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. കാരണം നല്ല ഫാമിലിയാണ്, നല്ലൊരു ഭാര്യ, 2 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണ് അവന്റെ. അപ്പൊ ഫാമിലി പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിവില്ല. കാരണം ഞങ്ങൾ അഭിനയിച്ചപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അറിയേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം ജീവിതം ചിലപ്പം ഇതിലേക്ക് ഒരു ആസക്തി ഉണ്ടായി കാണും, ഇതിലേക്ക് അഡിക്റ്റ് ആയി പോയി കാണും. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. എവിടെ നമ്മുടെ കയ്യിൽ നമ്മളുടെ ആരോഗ്യം നിൽക്കുന്നില്ല, നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഏതാണോ നമുക്കതിന് ദോഷമായി ഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നിന്ന് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളത് വേണം ചെയ്യാൻ. അപ്പം അത് എനിക്ക് തോന്നുന്നു ദിലീപിന് അത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ദിലീപിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇടയ്ക്ക് അവൻ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പം ഞാൻ ഈ വെജാണ് കഴിക്കുന്നത്, അപ്പൊ ഞാൻ ചോദിച്ചു നീ മുട്ട പോലും കഴിക്കത്തില്ല? ഇല്ല, ഞാൻ മുട്ട പോലും കഴിക്കത്തില്ല, ഞാൻ വെജാണ് കഴിക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു. ഇതൊക്കെ അതായത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അവന്റെ മൈൻഡ് മാറിക്കൊണ്ടിരുന്നു. ചിലപ്പം അതൊരു വേറൊരു കാരണങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഇതങ്ങനെയാണല്ലോ, ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇതിപ്പം ഇതിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ, അപ്പൊ അങ്ങനെ ആയി പോയി കാണും. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറയുന്നത് കേട്ടു, ഒറ്റയ്ക്കായിരുന്നു. സീരിയലിന് ആണുങ്ങളാണെങ്കിലും ഇപ്പൊ കഴിയുന്നതും മുതിർന്ന പെണ്ണുങ്ങൾ പോകുമ്പോഴും എല്ലാവരും ഒറ്റയ്ക്കൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അവരാരും ഫാമിലിയെ കൊണ്ടുപോയി താമസിപ്പിക്കാറില്ല. പിന്നെ എന്നെ 22-ാം തീയതി രാത്രിയിൽ ഒരു 10:30 മണിക്ക് വിളിച്ചിരുന്നു. ഡിസംബർ 22-ാം തീയതി രാത്രി 10:30. അപ്പൊ ഞാൻ കിടക്കുമായിരുന്നു തലവേദനയായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ വെറുതെ നിന്നെ വിളിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നീ ഇപ്പൊ വിളിച്ചെന്ന് ചോദിച്ചു. എന്താ വിളിക്കാൻ പാടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, തലവേദനയായിട്ട് കിടക്കുകയാണ്, നാളെ നിന്നെ വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം 26-ാം തീയതി രാത്രിയില് അവൻ ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ മിക്കവാറും ഫോൺ എടുക്കില്ല. ഇല്ലെങ്കിൽ അവൻ അത് എപ്പോഴെങ്കിലും ആ നമ്പറുകൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ട് എന്താണേലും ഇരിക്കത്തില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ 26-ാം തീയതി പലരെയും അവൻ രാത്രിയിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ചതിന് ശേഷം പലരും തിരിച്ചു വിളിച്ച സമയത്ത് ഫുൾ ഫോൺ ബിസി ആയിരുന്നു, ത്രൂ ഔട്ട് ബിസി ആയിരുന്നു. അപ്പൊ കുറച്ച് പേര് ട്രൈ ചെയ്തു, പിന്നെ അവര് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അത് ഇന്ന് എന്നോട് പലരും പറഞ്ഞു 26-ാം തീയതി പിന്നെ തിരിച്ചു വിളിക്കുമ്പോ ഫുൾ ഫോൺ ബിസി ആയിരുന്നു എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു അവൻ 26-ാം തീയതി ആരെയൊക്കെയോ വിളിച്ച് ഒരുപാട് സമയം സംസാരിച്ചതിന് ശേഷമായിരിക്കാം കിടക്കാൻ പോയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ മദ്യക്കുപ്പികൾ കണ്ടെടുത്തു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു, എനിക്കതിനെ കുറിച്ച് അറിവില്ല. അപ്പൊ എന്താണേലും അവൻ ത്രൂ ഔട്ട് കഴിച്ചോണ്ടിരുന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി. ശ്രീമതി സീമാജി നായരാണ് പ്രതികരിച്ച ഒരു സഹപ്രവർത്തകന്റെ വിയോഗത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവിടെ സീമാജി നായർ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം, ഇതുപോലെ മദ്യത്തിന് അടിമപ്പെട്ട് ജീവിതം തകരേണ്ടിയിരുന്ന ഒരു വ്യക്തിയല്ല, ഒരു പ്രതിഭയായിരുന്നു ദിലീപ് ശങ്കർ, മികച്ച നടനായിരുന്നു, മികച്ച കലാകാരനായിരുന്നു. അതിൻ്റെ വേദനയാണ് അവർ പങ്കുവെക്കുന്നത്. മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബിപിൻ റോളൻഡ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ബിപിൻ റോളൻഡ്, ദിലീപ് ശങ്കറിൻ്റെ മരണത്തിന് ശേഷം
സീമാജി നായർ ഫേസ്ബുക്കിൽ എഴുതിയ അവരുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അത് പല രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ പല പ്രതിഭകളും കലാകാരന്മാരും മദ്യത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടൊക്കെ ജീവിതം തകരുന്നൊരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കേണ്ടിയിരുന്നില്ല ദിലീപ് ശങ്കറിൻ്റെ ജീവിതത്തിൽ. പക്ഷെ പലരും ഉപദേശിച്ചിട്ടുണ്ട്, സഹപ്രവർത്തകർ ഉപദേശിച്ചിട്ടുണ്ട്, ഇത് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ജീവിതം ആഘോഷിക്കുകയായിരുന്നു ദിലീപ് ശങ്കർ എന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞൊരു മറുപടി. ഇത് ഈ കരൾ സംബന്ധമായ രോഗമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കരിയറിനെ അത് ബാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പലരൊക്കെ ഈ ഉറ്റവരും സുഹൃത്തുക്കളൊക്കെ അത് ഉപദേശിച്ചിട്ടും ഈ ഒരു ആസക്തിയിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ച് വരാൻ കഴിയാതിരുന്നത്? നമുക്കിതിനെ മനസ്സിലാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാസ്റ്റത്തെ ആ ചോദ്യത്തിനകത്ത് നിന്ന് ഞാനങ്ങ് തുടങ്ങാം. എന്തുകൊണ്ടായിരിക്കാം സുഹൃത്തുക്കളടക്കം, വീട്ടുകാരടക്കം, വേണ്ടപ്പെട്ടവരടക്കം പറഞ്ഞിട്ടും ഈ ഒരു ആസക്തിയിൽ നിന്ന് മാറാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും സുഹൃത്തുക്കളുള്ള സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വീട്ടുകാരുടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ, പുകവലിയുടെ ഒക്കെ പൊതുവായൊരു നേച്ചർ എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അഡിക്ഷനാണ്, ആസക്തിയാണ് എന്നുള്ളതാണ്. അത് സ്നേഹപൂർണമോ സ്നേഹമില്ലാതെയോ പറഞ്ഞാലും ഈ ആസക്തി എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട്, ഒരു ബാഡ് ഹാബിറ്റായിട്ട് ബ്രെയിനിൽ സേവ് ചെയ്യപ്പെടുന്നത് വീണ്ടും വീണ്ടും ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ തലച്ചോറിനെ പ്രേരിപ്പിക്കുകയും മദ്യം കാണുമ്പോഴോ അല്ലെ സ്ഥിരം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില സമയങ്ങളിലോ അല്ലെങ്കിൽ മദ്യപാനം ശീലമുള്ള കൂട്ടുകാരുടെ കൂടെയോ ഇല്ലെങ്കിൽ അതിലും മാരകമായിട്ട് ഒറ്റയ്ക്ക് മദ്യപിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ടുള്ള ഒരു അഡിക്റ്റീവ് നേച്ചർ വരുമ്പോൾ ഈ ആസക്തി എന്ന് പറയുന്നത് നമുക്കൊരു ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. അത് അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് വരുന്നത് അത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതിനെ മനഃശാസ്ത്രപരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ മദ്യപിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ജീവിതം ആഘോഷിക്കുകയാണ്, രണ്ടെണ്ണം ഒന്ന് അടിച്ചില്ലെങ്കിൽ എന്താണ് അളിയ സന്തോഷം, സുഖം എന്ന് ചിന്തിക്കപ്പെടുന്ന യുവജനങ്ങളുടെ എണ്ണവും അല്ലെങ്കിൽ കൗമാരക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. സിനിമയിലെ രംഗങ്ങളുടെ താഴെ നമ്മൾ എഴുതി ചേർക്കുന്നുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. ഇത് എത്ര കൂടുതൽ എഴുതി ചേർക്കാൻ പറ്റും ഒരു സിനിമയിൽ നിന്നും പരമാവധി നോക്കിക്കൊണ്ടാണ് സിനിമാ പ്രവർത്തകരും സിനിമക്കാരും കാണുന്നത്. മദ്യപാനികളായ, മദ്യത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം രംഗങ്ങൾ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ ഡിഫറെന്റ് ആയതുകൊണ്ട് ആ ഡിഫറൻസ് കൊണ്ട് അത് പലപ്പോഴും സിനിമാ വിജയത്തിനും ഗുണകരമാണ് എന്നവർ കരുതുന്നുണ്ടാകും. അത്തരം രംഗങ്ങളൊന്നും കഥാപാത്രങ്ങൾക്ക് ആവശ്യമാണെന്ന രീതിയിലേക്ക് കുത്തിക്കയറ്റുകയോ ഇല്ലാത്ത രംഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതല്ല. പക്ഷേ ഡോക്ടർ വിപിൻ റോളന്റ്, അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു, അത് ഗുരുതരമായൊരു സാഹചര്യമായിരുന്നു, ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയതാണ്. അത്തരമൊരു സാഹചര്യമാണ്, തൻ്റെ ജീവിതം തന്നെ അപകടത്തിലാണ് എന്ന് തിരിച്ചറിയുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ആസക്തിയിൽ നിന്നും തിരിച്ചു വരാൻ കഴിയാത്തത് എന്ന ചോദ്യമാണ് ഞാൻ വീണ്ടും ഉയർത്തുന്നത്. കാരണം ഇതുപോലെ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് നിരവധി ചെറുപ്പക്കാരുടെ ജീവിതം തന്നെ നശിച്ചിട്ടുണ്ടല്ലോ. ഞാനേ അതിലേക്ക് തന്നെയാണ് ഉത്തരം വരുന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനം പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് മദ്യാസക്തി അല്ലെ മദ്യപാന രോഗം എന്ന് പറയുന്നത്. മദ്യപാന രോഗം എന്നാണ് അറിയപ്പെടുക. അതായത് ആൽക്കഹോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മാനസിക രോഗാവസ്ഥയായിട്ടാണ് ലോകാരോഗ്യ സംഘടന കൃത്യമായ രീതിയിലേക്ക് അതിനെ നിർവചിച്ചിരിക്കുന്നത്. അത് നമുക്ക് ICD ക്ലാസിഫിക്കേഷൻ എന്നും അതുപോലെ DSM-5R എന്നൊക്കെ പറഞ്ഞ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് മനോരോഗങ്ങളെ സംബന്ധിച്ച്. ഞാൻ ഉദ്ദേശിച്ചത് മദ്യപാനത്തോടുള്ള താല്പര്യം, മദ്യപാന ആസക്തി എന്ന് പറയുന്നത് മാനസിക അസ്വസ്ഥതയോ മാനസിക രോഗം തന്നെയോ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ളൊരു സംസാരമോ തിരിച്ചറിവോ ആളുകൾക്കില്ലാത്തതിനാൽ തങ്ങളൊരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രോഗമാണ്, ശീലം എന്ന് പറയുന്നത് പോലും യഥാർത്ഥ ചികിത്സ നേടേണ്ട രോഗമാണ് എന്നുള്ളത് നമ്മൾ അറിയാതെയാണ് എല്ലാ ക്ലബ്ബുകളുടെയും പാർട്ടികളുടെയും ഒക്കെ കൂട്ടത്തിൽ രോഗം കൂടാൻ തക്കവണ്ണമുള്ള ഇത്തരം ശീലങ്ങൾ പലപ്പോഴും പെരുകി എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഈ ആസക്തി അല്ലെ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇവർ രോഗിയാണ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ മദ്യം കൂടുതലായിട്ട് ചെല്ലുമ്പോൾ കരളിനെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ വർദ്ധിക്കുന്നു, കരൾ സിറോസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ഈ മദ്യപാന ശീലം മാറ്റണം. അപ്പോൾ മാറ്റണം എന്ന് പറയുന്ന വരെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മനഃശാസ്ത്ര സഹായം തേടണമെന്നും നമുക്കൊരു കൃത്യമായ രീതിയിലേക്ക് അതിനൊരു ചികിത്സ, സൈക്കോതെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ തേടണം എന്നുള്ളത് ചില ഡോക്ടേഴ്സ് പറയും. ചിലപ്പോൾ പറഞ്ഞാലും ഇവർ തന്നെയൊക്കെയാണ് ആശുപത്രിയിലൊക്കെ പോകുന്നതെങ്കിൽ അവരെ നമുക്ക് മറക്കും. വീണ്ടും ഈ ക്രേവിങ്ങും ആസക്തിയും കിടക്കുന്നതുകൊണ്ട്
ചിലർക്ക് മധുരം കഴിക്കാനാണ് ആസക്തി, ചിലർക്ക് മദ്യത്തോടാണ് ആസക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തിനോടാണോ താല്പര്യം, ഇത് വീണ്ടും വീണ്ടും നമ്മുടെ തലച്ചോറിനെ പ്രേരിപ്പിക്കുമ്പോൾ അസുഖാവസ്ഥ ഉണ്ടെങ്കിൽ പോലും ആ അസുഖത്തിനെ മറന്നുകൊണ്ട് മദ്യത്തിന് മുമ്പിൽ നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥയാണ്. ഇവർ നല്ല വ്യക്തികളാണ്, സ്വഭാവത്തിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ മദ്യം അകത്തേക്ക് ചെല്ലുമ്പോൾ ആന്തരികമായ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും നമ്മൾക്ക് ഗുരുതരമായ രോഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും പ്രോപ്പറായ മനഃശാസ്ത്ര ചികിത്സ എടുക്കാൻ പറ്റാത്തത് കൊണ്ടോ എടുക്കാത്തത് കൊണ്ടോ ഡി അഡിക്ഷൻ, എക്സാക്ട്ലി അഡിക്ഷനിൽ നിന്ന് മാറി ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് നമുക്കൊരു 15 ദിവസം അല്ല 30 ദിവസം മുതൽ 45 ദിവസം വരെ താമസിച്ച് ചെയ്യേണ്ട ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിലൂടെയൊക്കെയാണ് പലർക്കും മാറ്റേണ്ടത്. ഇവർക്ക് അതിലേക്ക് നയിക്കപ്പെടാനുള്ള ഒരു അവബോധം സ്വയമേവ ഉണ്ടാകാതിരിക്കുകയോ അടുത്ത ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കാതെ വരികയോ ചെയ്യുന്നതാണ് പലപ്പോഴും കാണുക. അതിന്റെ ഒരു ദുരന്തമായിട്ടാണ് ഇത് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ വാർത്ത കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ആ വ്യക്തിയെ നേരിട്ട് അറിയില്ല, അദ്ദേഹത്തിന്റെ ചില അഭിനയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുല്യ പ്രതിഭയാണെന്ന അഭിനയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കലാകാരന്മാരും ഇവിടെ പലപ്പോഴും ഇത്തരത്തിലേക്ക് അഡിക്ഷനിലേക്ക് പോകുന്നത് ദുഃഖകരമാണ്. ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ ടോം. ഈ മദ്യാസക്തി അല്ല മദ്യപാന ശീലം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത ഒരു ഡിപ്രഷനിലേക്ക് വ്യക്തി മാറും. വിഷാദ രോഗം എന്നാണ് അതിന് പറയുക, അണ്ടർലൈനിങ് ഡിപ്രഷൻ എന്ന് പറയും. അപ്പൊ മദ്യം ഓൾറെഡി നമ്മുടെ തലച്ചോറിന് മദ്യം, മയക്കുമരുന്ന്, പുകവലി എല്ലാം ഫാഷൻ അല്ല, ട്രെൻഡ് അല്ല, നമ്മുടെ തലച്ചോറിനെ രോഗാവസ്ഥയിലേക്ക് മാറ്റുന്ന, മാനസിക രോഗത്തിലേക്ക് അടിമയാക്കുന്ന അവസ്ഥയാണെന്നുള്ളത് ഈ ട്രെൻഡ് സെറ്റേഴ്സ് എന്തെങ്കിലും ഒന്ന് തിരിച്ചറിയും നല്ലതാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറിനെ, അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങളെ രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണവശാലും ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത അവസ്ഥകളാണ് അല്ലെങ്കിൽ ഐറ്റങ്ങളാണ് മദ്യവും മയക്കുമരുന്നും പുകവലിയും ഇത്യാദിയുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം. ഇതിനെതിരെ ക്യാമ്പയിൻ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോഴും നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷങ്ങളെല്ലാം മറ്റു സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ഇത് ട്രെൻഡിന്റെ ആൾപ്പെടുത്തിൽ ഉൾപ്പെടുത്തി, ട്രെൻഡ് സെറ്റർ അല്ലെ, നമുക്കൊരു നോർമലി എല്ലാ കലാകാരന്മാരും ഇത്തിരി രണ്ടെണ്ണം അടിക്കും എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ പറഞ്ഞ എത്രയോ കലാകാരന്മാരാണ് അല്ലെ എത്രയോ വ്യക്തികളാണ് അകാലത്തിൽ തങ്ങൾ മൃത്യുവിലേക്ക് പോയിട്ടുള്ളത്. അതൊരു അബദ്ധമാണ്, അറിവില്ലായ്മയാണ്, ചികിത്സ തേടാൻ പറ്റാതെ പോയ ഒരു യഥാർത്ഥത്തിൽ ദുരന്തം ക്ഷണിച്ചു വരുത്തപ്പെട്ട ഒരു അവസ്ഥയാണെന്നുള്ളതാണ് വേദനയോടുകൂടി പറയേണ്ടി വരുന്നത്. ഇതിന്റെ റിയൽ ആയിട്ട് വന്ന സംഭവങ്ങൾ, അദ്ദേഹം കരൾ രോഗം ബാധിതനായിട്ടാണോ മരിച്ചത് മറ്റൊന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം തീർത്തും വ്യക്തിപരമായിട്ട് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ശ്രീമാജി നായർ പറയുന്നതോടെ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ അണ്ടർലൈനിങ് ഡിപ്രഷൻ, വിഷാദ രോഗത്തിലേക്കും ഉത്കണ്ഠ രോഗത്തിലേക്കും മറ്റു തരത്തിലുള്ള പലതരത്തിലേക്ക് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള കടുത്ത ഏകാന്തതയും കടുത്ത വിഷാദവും ഉൾപ്പെടുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പോകുന്നവരുടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ചോദിക്കുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് മദ്യപാന ശീലമുണ്ടോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ടോ, പുകവലിക്കുന്ന ശീലമുണ്ടോ? ഇത്തരത്തിൽ ശീലങ്ങൾ ഉള്ളവരെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ കൂട്ടുകാരെയും ആ ശീലത്തിലേക്ക് നയിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഈ സുഹൃത്തിന്റെ വേർപാട് ഒരു ലേണിംഗ് ആയിട്ട്, അറിവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ശീലങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഒട്ടനവധി ക്രൈമുകളും ഒട്ടനവധി അപകടങ്ങളും ഒട്ടനവധി വേദനകളും ദുഃഖങ്ങളും അസുഖങ്ങളും ഒക്കെയും നമ്മുടെ പലപ്പോഴും ഈ ലഹരിയിൽ നിന്നും വരുന്നു എന്നുള്ളതിനെ നമ്മൾ അവഗണിച്ച് കളയുകയാണ്. കാരണം സിനിമയിലും ജീവിതത്തിന്റെ എല്ലാ ഫംഗ്ഷൻസിലും ആഘോഷം എന്ന് പറയുമ്പോൾ മദ്യവും മയക്കുമരുന്ന് പുകവലിയാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് ആണ് ഇതിന്റെ വ്യാപനം. കാരണം ഇതൊരു ബിസിനസ്സായിട്ട് വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ബിസിനസ്സിൽ എക്സ്പാൻഷനും ഗ്രോത്തും നന്മയും കൂടുതൽ ആളുകൾക്ക് ജോലി സാധ്യതയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ മറുസൈഡ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ബോധവൽക്കരണമോ മദ്യാസക്തി ചികിത്സാ കേന്ദ്രങ്ങൾക്കുള്ള പ്രോത്സാഹനമോ മനഃശാസ്ത്രപരമായിട്ട് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പോലും പല കലാകാരന്മാരും കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ശീലത്തെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ അതിൽ അടിമപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ മരണത്തിലേക്കോ ജീവിതത്തിൽ നിന്ന് അകന്നു പോകലിലേക്കോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വ്യക്തമാണ്. ഡോക്ടർ വിപിൻ റോളന്റ് ആണ് വിവരങ്ങൾ, ഈ ഒരു നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ആസക്തികളിലേക്ക് പോകുന്നത് തിരിച്ചറിയാറില്ല. അപകടം ഇതിന് പിന്നിൽ വലിയൊരു അപകടമുണ്ട് എന്നാണ് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നത്.